ദിസ് ഈസ് സിംപ്ലി അഡൾട്ട് സ്പെസിഫിക് വീഡിയോ. ഇന്ന് ശ്രീ ആദിശങ്കരൻ്റെ ജയന്തി. ഇതുപോലെ നല്ലൊരു ദിവസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ. മലയാളത്തിലെ ആദ്യത്തെ നോഫാപ്പിനെ കുറിച്ചുള്ള ചാനൽ അത് ഞാനാണ് തുടങ്ങിയത്. NoFap is all about no masturbation, no sex and no pornography for 90 days. And ബ്രഹ്മചര്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലൈഫ് ലോങ് നമ്മൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനപ്പുറം ചിന്തകൾ കൂടി നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിന് ബ്രഹ്മചര്യം എന്ന് പറയാം. ആക്ച്വലി ബാക്ക് ഇൻ 2019 ഞാനൊരു ജോത്സ്യൻ്റെ അടുത്ത് പോയി. ജോത്സ്യൻ കൈ നോക്കിയിട്ട് പറഞ്ഞു, മോനെ 2 കൈയിലെയും കൈരേഖകൾ മാഞ്ഞു പോയിരിക്കുന്നു, നിനക്ക് സമയമായി ഒരു മാറ്റത്തിന്. അങ്ങനെ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു. ഫൈനലി നോഫാപ്പ് എന്നൊരു ക്യാമ്പയിനിൽ എത്തിച്ചേർന്നു. സോ അത് ട്രൈ ചെയ്ത് 90 ഡേയ്സ് അച്ചീവ് ചെയ്തു. ഞാൻ യൂട്യൂബ് വീഡിയോസ് ഇട്ടു. പിന്നെ ആ യൂട്യൂബ് ചാനൽ അത്യാവശ്യം വളർന്നു കഴിഞ്ഞപ്പോൾ ഞാനതങ്ങ് സ്റ്റോപ്പ് ചെയ്തു. ഏതെങ്കിലും ഒരു അഡിക്ഷൻ നിർത്തുന്നതിന് മുമ്പ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ളത് ഡോപ്പാമിനെ കുറിച്ചാണ്. ഈ ഒരു കെമിക്കൽ അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കുന്ന വഴി നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ അഡിക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ മീനിലാണ് നമ്മുടെ മുൾ കൺട്രോൾ നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആരെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ തന്നെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ്. അപ്പോൾ നോഫാപ്പ് ആൻഡ് ബ്രഹ്മചര്യയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. നോഫാപ്പിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അതിരുന്ന് കാണുക. ആൻഡ് ബ്രഹ്മചര്യയെക്കുറിച്ച് പറയാൻ ഞാൻ അത്രയ്ക്ക് ആളല്ല, അതിലേക്കൊക്കെ ഞാൻ എത്തിപ്പെടുന്നതേ ഉള്ളൂ. വാട്ട്സോവർ അതവിടെ ഇരിക്കട്ടെ. ഈ വീഡിയോയിൽ ഉടനീളം അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ബേസിക്കായിട്ട് പോണെന്ന് പറയുന്ന സംഭവം, പോണോഗ്രാഫി, അഡൾട്ട് കണ്ടൻറ്റിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ പതിയെ അവോയ്ഡ് ചെയ്ത് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യമായിരിക്കും. ആ ഒരു എക്സാമ്പിളിലൂടെ ആയിരിക്കും മുന്നേറുന്നത്. ആ പോണെന്ന് പറയുന്ന സംഭവത്തിന് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ഏതൊക്കെ ബാഡ് ഹാബിറ്റ്സ്, നഖം കടിക്കുന്ന തൊട്ട് സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഏതൊക്കെ നമ്മുടെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ പോണോഗ്രാഫി എന്നുള്ള പ്ലേസിനെ റീപ്ലേസ് ചെയ്യാം. സോ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. അതുപോലെ തന്നെ ഒരു ന്യൂ ഹാബിറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വേണ്ടത് ഒരു പേനയും ഒരു പേപ്പറുമാണ്, അല്ലെങ്കിൽ ഒരു ബുക്കാണ്. ഈ സംഭവങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. ആൻഡ് ഇന്നത്തെ കാലത്ത് അധികം അല്ലെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നില്ല. നമ്മൾ മറ്റേ തോണ്ടക്കം തന്നെ, വെറ്റിലെ തോണ്ടക്കം, അത് തന്നെയാണ് മെയിൻലി ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ പേപ്പറും പേനയും എടുക്കുക. നിങ്ങൾക്ക് ഏത് കാര്യമാണ് വേണ്ടത് അത് ഈ സംഭവത്തിലേക്ക് എഴുതുക പതിയെ. എനിക്ക് ഇന്ന ചേഞ്ചാണ് വേണ്ടത്, എനിക്ക് പുതിയൊരു ഹാബിറ്റ് തുടങ്ങണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യണം, അത് സാധനങ്ങൾ എഴുതി വയ്ക്കുക. ഇത് എഴുതി വെച്ചാൽ അങ്ങ് എല്ലാം ആയി പോകുമെന്ന് വെച്ചാൽ അല്ല, ഇത് എഴുതുക, ഡെയിലി റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതൊരു കാര്യം. 2, നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ബ്രെയിൻ്റെ കപ്പാസിറ്റി ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത്. ബേസിക്കലി പറയുന്നത് ഒരു പുതിയ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ നമ്മുടെ തലച്ചോറിന് അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു 7 to 90 ഡേയ്സ് വിൻഡോ ആണ്. 3 മാസം വരെയൊക്കെ എടുത്തേക്കാം നമുക്കൊരു പുതിയ കാര്യം തുടങ്ങാനും അതുപോലെ തന്നെ ഒരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്തെടുക്കാനും ഈ ഒരു ടൈം പീരീഡാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ പോൺ സിനിമ ആവശ്യമില്ലാതെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി നമുക്ക് പോണ സിനിമ ആവശ്യമില്ല. എന്തിനാണ്? നമുക്ക് നാച്ചുറലായിട്ടുള്ള സെക്സ് അത് വേണം. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് നാച്ചുറൽ സെക്സ് കിട്ടുന്നതിനെക്കാട്ടി ഏറ്റവും എളുപ്പത്തിൽ ഡോപ്പാമിൻ ഹൈക്ക്, നമുക്ക് ഡോപ്പാമിൻ അല്ലെങ്കിൽ പ്ലഷറബിൾ ആക്ടിവിറ്റീസ് കിട്ടുന്ന കാര്യങ്ങളിലേക്കായിരിക്കുമല്ലോ നമ്മുടെ തലച്ചോറ് നമ്മളെ കൂടുതൽ കൊണ്ടുപോകുന്നത്. അതിലേറ്റവും സിമ്പിളായിട്ട് നമുക്ക് ജസ്റ്റ് ടച്ചിലൂടെ അല്ലെങ്കിൽ ഒരു ക്ലിക്കിലൂടെ നമുക്ക് ഈ സംഭവം കിട്ടുന്നു. ആ ഡോപ്പാമിൻ ഹിറ്റ് കിട്ടുന്ന വഴി ഏതെന്ന് ബ്രെയിൻ കണ്ടുപിടിക്കുന്നു, അതിലേക്ക് നമ്മൾ നയിക്കുന്നു. സോ നാച്ചുറൽ ഒരു സെക്സ് ചെയ്യാതെ നമുക്ക് സിമ്പിളായിട്ട് അതേ എമൗണ്ട് ഓഫ് ഡോപ്പാമിൻ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ പോണെന്ന വഴിയിലേക്ക് പോകും. ഫസ്റ്റ് യൂട്യൂബിൽ തോണ്ടാൻ തുടങ്ങും, അതുവഴി പിന്നെ പതിയെ ഗൂഗിളിൽ പോകും, പിന്നെ ഇൻകോഗ്നിറ്റോ വിൻഡോ ആവുന്നു, പിന്നെ ഓഫ് കോഴ്സ് അത് തന്നെ. നമ്മളപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആദ്യം ഫോൺ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക. ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുന്നത് ഓരോ ഡേ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ ആദ്യം ഫോൺ ഉപയോഗം കുറയ്ക്കുന്നു, അതുവഴി വീണ്ടും നമ്മളൊരു പോൺ സൈറ്റിലേക്കോ ഈ കാര്യങ്ങളിലേക്കോ എൻ്റർ ചെയ്യുന്ന എന്ത് ഹാബിറ്റാണോ അതിലേക്ക് നമ്മളെ നയിക്കുന്ന വഴികൾ ബ്ലോക്ക് ചെയ്യുക. അത് ഫസ്റ്റ് നിങ്ങളുടെ ബേസിക് കാര്യം, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഫസ്റ്റ് കാര്യം അതായിരിക്കണം ഫർദർ പ്രൊസീഡ് ചെയ്യുന്നതിൽ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷനും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുന്ന വഴി വി വിൽ ഗെയിൻ മോർ പവർ. നമ്മുടെ പ്രീ ഫ്രണ്ടൽ കോർട്ടക്സ് സ്ട്രോങ് ആക്കുന്ന വഴി വി വിൽ അറ്റൈൻ മോർ കൺട്രോൾ ഓഫ് അവർ സെൽഫ്സ്. നമുക്ക് അങ്ങനത്തെ തോട്ട്സ് ഫസ്റ്റ് ഓഫ് ഓൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന വഴി നമ്മൾ അതിലേക്ക് പതിയെ പോകാതിരിക്കും.
അതിനായിട്ട് അതെല്ലാം പതിയെ അച്ചീവ് ചെയ്യുന്ന വഴികൾ ആ ഒരു ഹാബിറ്റ്സ് പതിയെ പതിയെ തുടങ്ങുക. നമ്മൾ ഏതൊരു ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ചീത്ത കാര്യം ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവിടെ പതിയെ ഒരു നല്ല ഹാബിറ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അതുവഴി ഈ ബാഡ് ഹാബിറ്റ് അങ്ങ് പതിയെ 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 ഇല്ലാതാവും. നമ്മുടെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി പറഞ്ഞ പോലെ ആ ഒരു ഗുഡ് ഹാബിറ്റ് സ്ട്രോങ് ആയി മാറുകയും മറ്റേ ബാഡ് ഹാബിറ്റ് പതിയെ പതിയെ ഡിഫ്യൂസ് ആയി പോവുകയും ചെയ്യും. അതിൽ തന്നെ നമ്മളെ മെഡിറ്റേഷനൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഡെയിലി ചെയ്യുന്നത് വഴി നമ്മുടെ ആ ഒരു ഗുഡ് ഹാബിറ്റ് അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ന്യൂറൽ പാത്വേസ് സ്ട്രോങ് ആയി വരുമെന്നാണ് പറയപ്പെടുന്നത്. സോ അതെല്ലാം ട്രൈ ചെയ്യുക. അപ്പോൾ വീണ്ടും റിപ്പീറ്റ്. നിങ്ങൾ ബുക്ക് എടുക്കുന്നു, ഇതെല്ലാം എഴുതി വയ്ക്കുന്നു, നിങ്ങൾ ഓരോ കാര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, നടക്കൂല. ഫസ്റ്റ് 7 ദിവസം പാടായിരിക്കും. നിങ്ങൾ ഈ സൈക്കിള് ഫെയിലാവും ആൻഡ് യു വിൽ ബി ഇൻ ദ ട്രാപ്പ് ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ ആൻഡ് എഗെയിൻ അൺടിൽ യു മേക്ക് യുവർ പ്രീഫ്രണ്ടൽ കോർട്ടക്സ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് കൺട്രോൾ ഇല്ലാതെ നമ്മൾ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉണ്ട് ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ആക്കുന്നതിനകത്ത് മദ്യപാനം നിർത്തും, അല്ലെങ്കിൽ പുകവലി നിർത്തും, എന്ത് ബാഡ് ഹാബിറ്റാണോ അത് നിർത്തി വേറൊരു പാത്തിലേക്ക് സഡൻ ആവുന്ന ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഇത് ഈസി ആയിരിക്കും. അപ്പം നമ്മൾ മെയിൻലി ചെയ്യുന്നത് ഇത് പറ്റാത്ത ആൾക്കാരെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം, അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ള രീതിയിലാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ട്രൈ ഈച്ച് ആൻഡ് എവറി ഡേ. അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ഒരു ആഴ്ച എത്തുന്നു, ഒരാഴ്ച എത്തി അതിൽ നിന്ന് പതിയെ കൂട്ടി കൊണ്ടുവന്ന് നമ്മൾ ഇത് ചെയ്യാതിരുന്ന് ബാഡ് ഹാബിറ്റ് ചെയ്യാതിരിക്കുകയും നല്ല ഹാബിറ്റ് പതിയെ ചെയ്ത് അങ്ങനെ ഒരു 21 days ആയി. 21 days നിന്ന് 30 days, അങ്ങനെ 50 days, അങ്ങനെ പതിയെ 90 days വരെ എത്തണം. ഈ 90 days വരെ എത്തിക്കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ച് ഇതേ പാത്ത് വേയിൽ പോവോ ഇല്ലയെന്ന് വെച്ചാൽ പോവാം, തിരിച്ച് വീണ്ടും പോവാം. സോ അതിനാണ് നമ്മൾ വീണ്ടും മൈൻഡ് കൺട്രോൾ കൊണ്ടുവരണം എന്ന് പറയുന്നത്. അതിനായിട്ടുള്ള കാര്യങ്ങൾ ബേസിക്കൽ ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ, സിമ്പിൾ, പവർഫുൾ ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് മെഡിറ്റേഷൻ. ഈസി എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി പാടുണ്ട്. പിന്നെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഓൾമോസ്റ്റ് ഒരു 80% അബോവ് ആൾക്കാർക്കും 15 seconds ഒക്കെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ ഉള്ളൂ. നമ്മൾ ഒരേ കാര്യത്തെ തന്നെ നോക്കിയിരിക്കുക 15 seconds അങ്ങനത്തെ അത്ര ഒരു ടൈം പീരീഡൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ആ സ്പാൻ. അതിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാൻ, അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് കൺട്രോൾ കിട്ടാൻ നമുക്ക് ഈ മെഡിറ്റേഷനും ബാക്കി പറഞ്ഞ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഇതെല്ലാം ഫോളോ ചെയ്യാം. മെഡിറ്റേഷൻ ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഇല്ല. ബാക്കി പറഞ്ഞ കാര്യങ്ങൾ ഇത് കൂടാതെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ബ്രെയിൻ റീസെറ്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ആ പഴയ രീതിയിൽ ഇതിന് മുമ്പേ എങ്ങനെയിരുന്നോ ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എങ്ങനെ നമ്മുടെ ബ്രെയിൻ ഇരുന്നോ ആ കണ്ടീഷനിലേക്ക് നമുക്ക് പതിയെ ചെയ്തെടുത്ത് ഈ 90 days എബോവ് പോയി കഴിയുമ്പോഴത്തേക്ക് കിട്ടും. ഈ സാധനമൊക്കെ ബേസിക്കലി ചെയ്യുന്നത് നമ്മൾ എന്തിനാണ്? ഇൻസ്റ്റൻറ്റ് പ്ലഷർ, നമുക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു പീസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇൻസ്റ്റൻറ്റ് പ്ലഷർ എന്ന് പറയുന്നത് നമ്മൾ ഈ ഓരോ കാര്യം ചെയ്യുന്നത്. അതിലേക്ക് ആ ട്രാപ്പിൽപ്പെട്ട് സൈക്കിളിൽ വട്ടം തിരിയുന്നത് അതെന്തോ ആവട്ടെ. പക്ഷേ നമ്മൾ ബേസിക്കലി അറ്റ് ദ ഗ്രൗണ്ട് ലെവൽ നമ്മളിതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ഡോപ്പാമിൻ, നമ്മുടെ പ്ലഷർ ഹോർമോൺ അല്ലെങ്കിൽ പ്ലഷർ ന്യൂറോ കെമിക്കലായ സാധനത്തിനെ സ്റ്റേബിളാക്കി കൊണ്ടുവരിക. ഒരു നോർമൽ ലെവലിൽ പോകണം, കൂടാനും പാടില്ല കുറയാനും പാടില്ല, ആ ഒരു രീതി കൊണ്ടുപോകാനാണ് ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുന്ന വഴി വാട്ട് വി ആർ എക്സ്പെക്റ്റിംഗ് ഈസ് പീസ് ഓഫ് മൈൻഡ്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമുക്ക് ആക്ച്വലി ഹാപ്പിനെസ്സും കാര്യങ്ങളെല്ലാം വേണം. അതിലെല്ലാത്തിലും ഉപരി നമുക്ക് പീസ് ഓഫ് മൈൻഡ് വേണം, ഫുഡും വെള്ളം വേണം. പക്ഷേ നമ്മുടെ മനസ്സിന് സമാധാനം ഇല്ലാതെ നമ്മൾ ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ട് ഈ കാണുന്ന മൊത്തം സർവ്വ ചരാചരങ്ങൾ അല്ലെങ്കിൽ ഈ കോസ്മോസും ഗാലക്സിയും എല്ലാം വാങ്ങാനുള്ള കാശുണ്ടെന്ന് പറഞ്ഞാലും മനസ്സമാധാനം ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമില്ല. സോ ഈ ബുൾഷിറ്റ്സ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്ന വഴി വി വിൽ റിക്കവർ അവർ മനസ്സമാധാനം ബാക്ക്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ബാഡ് ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നിങ്ങളുടെ മണ്ടേ വരുന്ന സാധനം ഏതാണെന്ന് ചോദിച്ചാൽ ട്രിക്ക് ഓഫ് ദി ബ്രെയിൻ പറഞ്ഞുതരാം. എടേ നീ ഇത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ചാവും, അപ്പം ഇതൊക്കെ ചെയ്തിട്ടങ്ങ് ചത്തൂടെ, ആ രീതിയിൽ നമ്മളെ ബ്രെയിൻ നമ്മളെ കൊണ്ടുപോകും. അപ്പം നമ്മൾ ശരിയാണല്ലോ എന്തായാലും ഇതാവും, ഇത് ചെയ്തുകൂടെ എന്നും പറഞ്ഞ് കൊണ്ടുപോകും. ആ ട്രാപ്പിൽ വീഴാതിരിക്കുക. ഇറ്റ്സ് ഓൾ നമ്മുടെ ബ്രെയിൻ കളിക്കുന്നതാണ് ഈ പ്ലഷർഫുൾ ബുൾഷിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, ഈസി ഡോപ്പാമിൻ കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് നിങ്ങൾക്ക് വീണ്ടും ഡീപ്പറായിട്ട് പോകണമെങ്കിൽ ഒത്തിരി ഡാറ്റാസ് ഓൺലൈനിലുണ്ട്. അതൊക്കെ എടുത്ത് കൂട്ടിയും കുറിച്ചും ഗണിച്ചും ഹരിച്ചും വേറെ എന്തൊക്കെ ഉണ്ട് ആൾജിബ്ര ഇട്ടോ എന്തിട്ടായാലും ചെയ്ത് നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ മനസ്സിലാക്കിയെടുക്കാം. ഫോളോ ദ സോഴ്സ്.